ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ JQuery യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് സ്ലൈഡറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് JQuery എന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. JQuery എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റിലെ ലൈബ്രറിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും പിടിക്കാൻ വേണ്ടിയിട്ടും അതിൽ തന്നെ കുറേ ഇൻബിൽഡ് ഫംഗ്ഷനാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് JQueryയിൽ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മുടെ വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നൊരു ലൈബ്രറിയാണ് JQuery എന്നത്. വളരെ പണ്ടത്തെ ഒരു ലൈബ്രറിയാണ്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. കുറേ അധികം ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് JQueryയിൽ അവൈലബിൾ ആണ്. JQuery അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു വെബ് ഡെവലപ്പറെ പറ്റി അല്ലെങ്കിൽ വെബ് ഡിസൈനറെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് വെച്ച് സിമ്പിളായിട്ടൊരു ഇമേജ് സ്ലൈഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമേജ് സ്ലൈഡർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ബേസിക്കലി ചെയ്യണത് ചെറിയൊരു ഇമേജ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു നെക്സ്റ്റും പ്രീവിയസ് ബട്ടൺസും കൊടുക്കും. പിന്നെ ഒരു ചെറിയൊരു ഓട്ടോ പ്ലേ ഫീച്ചർ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് ബേസിക്കലി നമുക്ക് വേറെ ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം സ്ലൈഡേഴ്സിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതിൽ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോണ്ടോസാണ്. നമുക്ക് ആ ഒരു ഐക്കൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണ്ടോസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ലിങ്ക് ചെയ്തെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ഇമേജസിൻ്റെ ലിങ്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ app.js ഫയൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ JQuery CDN വഴി അതും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ടാബിലേക്ക് പോയിട്ട് JQuery CDN അടിക്കുക. ഫസ്റ്റ് വരുന്ന ലിങ്ക് എടുക്കുക. ഇതിൽ ഈ മിനിഫൈഡ് വെർഷൻ എടുക്കുക. ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ചുമ്മാ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ JQuery ഇൻസ്റ്റാൾഡ് ആയി. പിന്നെ നമ്മുടെ JS ഫയലുണ്ട്. പിന്നെ ഞാനിത് ജസ്റ്റ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെർവ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വരാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഡോട്ട് ഐറ്റംസ് പറഞ്ഞിട്ട് ക്ലാസ് വെച്ചിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് 2 ഐക്കൺസും ഇമേജസാണ് വേണ്ടത്. അപ്പോൾ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടാഗിനകത്ത് ഐക്കൺ കൊടുക്കുകയാണ്. ഐക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫോണ്ടോസും 4.7 ഐക്കൺസ് അടിക്കുക. ഫസ്റ്റ് വരുന്ന ലിങ്ക് എടുക്കുക. അതായത് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ലിസ്റ്റ് ഓഫ് ഐക്കൺസ് കാണും. ഇതിൽ ക്യാരറ്റ് റൈറ്റ്, ക്യാരറ്റ് ലെഫ്റ്റ്, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടും. ഇത് കോപ്പി ചെയ്യുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ആക്ച്വലി ഐക്കൺ വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഒരെണ്ണം കൂടി വേണം. ഇതിപ്പോൾ റൈറ്റ് ആണ്, നമുക്ക് ലെഫ്റ്റ് കൂടി വേണം. അപ്പോൾ 2 ഐക്കൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇതിനൊരു ക്ലാസ് കൊടുക്കാം. ഇതിനൊരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കാം. നമുക്ക് JQuery യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് തന്നെ നമുക്ക് രണ്ടാമത്തെ ഐക്കണിനും കൊടുക്കാം. ആക്ഷനും ഒരു റൈറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സും 2 നമുക്ക് കൊടുത്തിട്ടുണ്ട്. മാറ്റങ്ങളൊന്നും വന്നില്ല. ഇനി നമ്മൾ വേണ്ടത് ഇമേജസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവിനകത്ത് ഒരു ഇമേജ് ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ക്ലാസ് നെയിം ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഇതിന് സോഴ്സായിട്ട് നമ്മളപ്പോൾ അത് 3 വേണ്ട, 3 ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അടുത്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അടുത്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇമേജസ് വന്നു, ഐക്കൺസ് വന്നിട്ടുണ്ട്. ഇത്രയും ലേഔട്ട് കാര്യം റെഡി ആയിട്ട് ഇനി നമ്മൾ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പോകുന്നതിനെ. ഓക്കെ, സ്റ്റൈൽ എടുക്കാൻ പോകും. ബേസിക്കായിട്ട് നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ യൂസ് ചെയ്തിട്ട് മാർജിനും പാഡിങ്ങും 0 കൊടുത്തു. എന്നിട്ട് ബോഡിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേഷ് കളർ കൊടുത്തു. ഇത് നമ്മൾ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവില് മെയിൻ റാപ്പറിന് അതിനൊരു മാക്സ് എടുത്തു. അതായത് എനിക്ക് കൂടിപ്പോയ ഒരു 700 പിക്സൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പിക്സൽ പൂർണ്ണമായി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഇതിനൊരു എന്താ പറയുക, മാർജിൻ 0 ഓട്ടോ കൊടുത്തു. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. സെൻറ്ററിലേക്ക് വന്നില്ലേ? ബോഡിക്കകത്ത് ഐറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ സൈസിനും പുറമേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊസിഷൻ റിലേറ്റീവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഓവർഫ്ലോ ഹിഡൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടിരുന്നുള്ളൂ. ഇതിപ്പോൾ സെൻട്രലായിട്ടുണ്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വിഡ്ത്ത് അനുസരിച്ചായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ 3 ഇമേജ് ഉണ്ട്. പക്ഷേ എല്ലാ ഇമേജും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണ്ട. അപ്പോൾ ഗ്ലോബലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഡോട്ട് ഇമേജ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഈ ഇമേജ് എന്ന ക്ലാസ്സൊക്കെ എവിടെ നിന്നാന്ന് പറഞ്ഞു വരണമെന്ന് മനസ്സിലായില്ലേ? ഈ ഇമേജ് ഉണ്ടാ ഈ ഇതിന് കൊടുത്തിരിക്കുന്ന ക്ലാസ്സാണ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഡിസ്പ്ലേ ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു ഇമേജും കാണാനില്ല. പക്ഷേ ഇതിനൊരു ഇമേജ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല. ഇതിലൊരു ഇമേജ് അപ്പോൾ നമ്മൾ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്തു. പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ല, കാരണം ഈ ആക്റ്റീവ് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഇമേജ് ടാഗിൻ്റെ ഇവിടെ വന്നിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊടുത്തത് ഈ ഇമേജിനാണ്. ഇതിവിടെ ആക്റ്റീവ് കൊടുത്തത് കൊണ്ട് ഈ ഇമേജ് ഇപ്പോൾ ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, JQuery യൂസ് ചെയ്തിട്ട് ഓരോ ഇമേജിനും ഈ ആക്റ്റീവ് ക്ലാസ് കൊടുത്ത് വരും. അപ്പോൾ ഒരെണ്ണത്തിന് കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം അതിനെടുത്ത് കളയും, അടുത്തതിന് കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം അതിനെടുത്ത് കളയും. ആ ഒരു കൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു ഇമേജ് വരുള്ളൂ. അത് നമുക്ക് ആ ക്ലിക്ക് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഐക്കൺസിന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്ത് എല്ലാത്തിനും ഒന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു, എന്നിട്ട് ജസ്റ്റിഫൈ കൺട്രോൾ സെൻറ്റർ കൊടുത്തു, പിന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുത്തു. അപ്പോൾ എല്ലാ ഐറ്റംസും കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ ഐക്കൺ. അപ്പോൾ ഇതിന് മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് ഐക്കണിനെ ഒന്ന് ഇവിടെയും റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡോട്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്, കാരണം ആക്ഷനാണല്ലോ നമ്മൾ ആ ടാഗിന് കൊടുത്തിരിക്കുന്നത്, കൊടുത്തിട്ട് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇനി അതിനൊരു സെഡ് ഇൻഡെക്സ് ഒരു 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ കയറി വരട്ടെ, ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ ഇനി സ്റ്റൈൽ ചെയ്തെടുക്കണം. സ്റ്റൈൽ എടുക്കാൻ വേണ്ടിയിട്ട് ടാഗിന് തന്നെ ഒരു വിഡ്ത്ത് ഒരു 50 പിക്സൽ, ഹൈറ്റ് ഒരു 50 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു വൈറ്റ് കളറ്, പിന്നെ ഒരു ബോർഡർ റേഡിയസ് ഒരു 50%. 50% കൊടുത്തതെന്ന് വെച്ചാൽ ആ റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത് വേണ്ടൊരു ബോക്സ് ഷാഡോ ആണ്. ബോക്സ് ഷാഡോ ഒരു 0 പിക്സൽ, 8 പിക്സൽ, ഒരു 13 പിക്സൽ, 0 പിക്സൽ, RGB ഇത്തരം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്നു. അപ്പോൾ നമ്മുടെ ഐക്കൺ ഈ ഒരു പോർഷനിലാണ് ഇരിക്കുന്നത്, ഈ ഒരു മൂലയിൽ. അതിന് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഫ്ലെക്സ് ബോക്സ് യൂസ് ചെയ്യാം. കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. ഫോൺ സൈസ് കുറച്ച് കൂട്ടണം. ഫോൺ സൈസ് ഒരു 20 പിക്സൽ ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടർലൈൻ കളയണം. അപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുക്കുക. അപ്പോൾ അണ്ടർലൈനും പോയി. ഇനി ഇതിനെ ഒരെണ്ണിപ്പുറത്താക്കി മാറ്റണം. അതിന് നമ്മൾ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലെഫ്റ്റും റൈറ്റും ആണല്ലോ. അപ്പോൾ ഡോട്ട് ലെഫ്റ്റ് എടുത്തിട്ട് അതിനെ ലെഫ്റ്റ് 0 കൊടുത്തു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. ഇത് തന്നെ റൈറ്റിനും കൊടുക്കുക, റൈറ്റ് സൈഡിലേക്ക് പോയി. പക്ഷെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വേണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 പിക്സൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഓക്കെ, അപ്പോൾ ബാക്ക് നമ്മുടെ ചെറിയൊരു ഡിസൈൻ കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്കിനി വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം. ഇവിടെ അതിന് മുകളിലൊരു H1 ടാഗിൽ JQuery സ്ലൈഡർ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ആ H1 ടാഗിന് സ്റ്റൈൽ കൊടുക്കാം. ഒരു മാർജിൻ കൊടുത്താൽ മതി, 3 rem 0 rem. ഇനി ഇതിനൊന്ന് സെൻറ്റർ ചെയ്യണം. സെൻറ്റർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ കൊടുക്കും. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ സ്ലൈഡർ കാര്യങ്ങൾ, അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഫംഗ്ഷനാലിറ്റി കൊടുക്കാൻ പോകണം. ഫംഗ്ഷനാലിറ്റി കൊടുക്കൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്റ്റീവ് ക്ലാസ് കൊടുത്തിട്ടാണ് ഓരോ ഇമേജ് നമ്മൾ ഡിസ്പ്ലേ അണ്ടിൽ നിന്ന് മാറ്റി അതിനെ കാണിക്കണത്, ഡിസ്പ്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അടുത്ത എലമെൻറ്റ് വരണം. അതായത് ഈ ആക്റ്റീവ് ക്ലാസ് ഇപ്പോൾ ഇതിനാണ് ഇരിക്കണേ. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്റ്റീവ് ക്ലാസ് ഇവിടെ നിന്ന് വന്നിരുന്ന് ഇവിടെ നിന്ന് എണീറ്റ് ഈ എലമെൻറ്റ് വരണം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യണം, ഇവിടേക്ക് വരികയും ചെയ്യണം. ഒരാഴ്ച ക്ലിക്ക് ചെയ്താലോ ഇവിടെ നിന്ന് പോവുകയും ചെയ്യണം, ഇവിടേക്ക് വരികയും ചെയ്യണം. ഒരാഴ്ച ക്ലിക്ക് ചെയ്താലോ ഇവിടെ നിന്ന് പോകാൻ വേണം, ഇവിടേക്ക് വരണം. എന്നാലും ലൂപ്പ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ JQuery വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ JQuery നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഡോക്യുമെൻറ്റ് റെഡി ആയോ എന്ന് ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യണത് നമ്മളപ്പോൾ എല്ലാത്തിലും നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ JQueryയിൽ സെലക്ട് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്. ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് റെഡി ആണോ എന്ന് ചോദിച്ചു. റെഡി ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വരാം.
അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇനി അടുത്തായിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഈ ഐക്കൺ അതുപോലെ തന്നെ ഈ ഐക്കൺ അവർക്ക് രണ്ടുപേർക്കും ഒരു ഇവൻറ്റ് കൊടുക്കണം, എന്നാലല്ലേ ക്ലിക്ക് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അതിന് സെലക്ട് ചെയ്യണം. അതെങ്ങനെ സെലക്ട് ചെയ്യുക, $, ബ്രാക്കറ്റ് തുറക്കുക, സെലക്ടർ കൊടുക്കുക. അപ്പോൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഉപയോഗിക്കുന്നത്. റൈറ്റ്, അതായത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ഓൺ, ഇവൻറ്റ് ഓൺ. ഇന്ന ഇവൻറ്റിൽ, ഏത് ഇവൻറ്റിൽ, ക്ലിക്ക് ഇവൻറ്റിൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്തിട്ട് ചെയ്യണ്ടേ, നമ്മൾ എന്ത് ചെയ്യണം, ഈ എലമെൻറ്റിലിരിക്കുന്ന ആക്റ്റീവ് ക്ലാസ് എടുത്ത് ഈ എലമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഇവിടെ ഇരിക്കണമെന്ന് കാണണം, അതായത് ആക്റ്റീവ് ക്ലാസ് ഇപ്പോൾ ഇവിടെ ഇരിക്കണത് എവിടെയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വാർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിലേക്ക് ഈക്വൽ ടു ഡോട്ട് ആക്റ്റീവ്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിമുള്ള എലമെൻറ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഇമേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അടുത്ത എലമെൻറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എലമെൻറ്റിലേക്ക്, ഇപ്പോൾ ഇതാണല്ലോ കറണ്ടിന് ശേഷം വരുന്നതല്ലേ. അപ്പോൾ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ JQueryയിലുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇത് JQuery എന്ന് വരുന്ന ഫംഗ്ഷനാണ്. അതായത് ഉദ്ദേശിക്കുന്നത് അടുത്ത എലമെൻറ്റ്, ഈ എലമെൻറ്റിന് തൊട്ടടുത്ത് വരുന്ന എലമെൻറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയിട്ടുണ്ടോ അതോ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന പരിപാടി ഒരു ഇഫ് ക്ലോസ് വയ്ക്കുക, അതിൽ നെക്സ്റ്റ് ഡോട്ട് ലെങ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിവിടെ അപ്ലൈ ചെയ്യണം. എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ആക്റ്റീവ് ക്ലാസ് എടുത്ത് കളയുകയും വേണം, അടുത്തേക്ക് കൊടുക്കാൻ വേണം. അപ്പോൾ കറണ്ട് ഡോട്ട് റിമൂവ് ക്ലാസ് ആക്റ്റീവ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഡോട്ട് ആഡ് ക്ലാസ് ആക്റ്റീവ്. ഇനി നമുക്കിതിൻ്റെ ഇത് നോക്കിയേ, ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ക്ലാസ് വരുമെന്ന്. പക്ഷേ ഇവിടെ വെച്ച് നിന്നു, കാരണം അടുത്ത എലമെൻ്റ് ഇല്ല. നമുക്ക് ശരിയാക്കാം. പക്ഷേ ഇനി നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കോട്ട് പോകണമെന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതിവിടെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോണത് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിമിലാണ്, ഡോട്ട് ഓൺ ക്ലിക്ക്, എന്നിട്ട് കറണ്ട് ക്ലാസ് കണ്ടുപിടിച്ചു, എന്നിട്ട് നെക്സ്റ്റിന് പകരം പ്രീവ് ആണ് ഉദ്ദേശിക്കുന്നത് യൂസ് ചെയ്യേണ്ടത്. അതായത് പ്രീവ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതായത് തൊട്ട് മുന്നത്തെ എലമെൻറ്റ് അത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പേര് മാറ്റാം, പ്രീവ്. എന്നിട്ട് ആ പ്രീവ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു, ഡോട്ട് ലെങ്ത് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കറണ്ട് എലമെൻറ്റിൽ നിന്ന് ക്ലാസ് ആക്റ്റീവ് കളഞ്ഞു, എന്നിട്ട് പ്രീവിയസ് എലമെൻറ്റിന് ക്ലാസ് ആക്റ്റീവ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും പോകാൻ പറ്റും, ബാക്കിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ലൂപ്പില്ല ഇപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പോണില്ല. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അർത്ഥം എന്നിട്ടാ, നമ്മൾ ആ എൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇമേജിലേക്ക് പോകണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പൊസിഷൻ ആണെങ്കിലോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇമേജിലേക്ക് പോകണം. അപ്പോൾ JQueryയിൽ തന്നെ വേറൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അതായത് ഒരു എലമെൻറ്റുകളുടെ ഫസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു ക്ലാസ് വെച്ച് നോക്കുമ്പോൾ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ക്ലാസ് വെച്ചിട്ടുള്ള എലമെൻറ്റുകളുടെ ആദ്യത്തെ എലമെൻറ്റും അവസാനത്തെ എലമെൻറ്റും കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടി JQueryയിൽ തന്നെയുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഇഫ് എഴുതിയാണത് അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാനാണ്, ഇല്ലെങ്കിലാണ് ആ പറഞ്ഞ പരിപാടി ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. കാരണം ഇത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എലമെൻറ്റ് അവിടെ ഇല്ല. ഓക്കെ, എലമെൻറ്റ് അവിടെ ഇല്ല. അപ്പോൾ എലമെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ വന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇത് നേരെ പിടിച്ച് ഫസ്റ്റ് എലമെൻറ്റ് കൊടുക്കണം, ആക്റ്റീവ് ക്ലാസ്. അപ്പോൾ എൽസ് എന്ത് ചെയ്യണം, കറണ്ട് എലമെൻറ്റ് എടുക്കുക, റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ഡോളർ ബ്രാക്കറ്റ് തുറക്കുക, ഇമേജ് എന്ന് പറഞ്ഞ ക്ലാസ് ആണല്ലോ എല്ലാ ഇമേജ് ടാഗുകൾക്കും കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് ചൈൽഡ്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് ആണ്, അപ്പോൾ ലാസ്റ്റ് ചൈൽഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഡോട്ട് ആഡ് ക്ലാസ് ആക്റ്റീവ്. അപ്പോൾ മനസ്സിലായില്ലേ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയി അവസാനം പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇത് തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് കളയുക, എന്നിട്ട് ഇത് ഫസ്റ്റ് ചൈൽഡ് ആക്കുക. അപ്പോൾ ഇതെന്തായി, ലൂപ്പിംഗ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ഫംഗ്ഷനാലിറ്റി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്ടോ പ്ലേ ആഡ് ചെയ്യൽ വളരെ എളുപ്പമാണ്. കാരണം ഈ പോകുന്ന പരിപാടി തന്നെ ഒന്ന് ഓട്ടോ പ്ലേയിൽ കൊടുത്താൽ പോരെ. നമ്മൾ ഡിജിറ്റൽ ക്ലോക്ക് ചെയ്തപ്പോൾ ഓർക്കണ്ട, നമ്മൾ ആ ഒരു സെറ്റ് ഇൻട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചത്. നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ഇൻട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് തുറക്കുക, എന്നിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് വേണ്ട ഒരു ടൈം കൊടുക്കുക, 1 സെക്കൻഡിൽ എന്താ പറയുക മാറിയാൽ മതി. മാറേണ്ടത് എങ്ങനെയാണ്,
ലെഫ്റ്റ് ടു റൈറ്റ് അല്ല വേണ്ടത്. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എടുക്കുക. ഇതിങ്ങനെ എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കുക. കറണ്ട് എലമെൻ്റ് എടുത്തു, നെക്സ്റ്റ് എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഇത് കറണ്ട് എലമെൻറ്റിൽ ആക്റ്റീവ് ക്ലാസ് കളഞ്ഞ് അടുത്തേക്ക് കൊടുത്തു. ഇല്ലെങ്കിൽ കറണ്ട് എലമെൻറ്റിൽ ആക്റ്റീവ് ക്ലാസ് എടുത്ത് കളഞ്ഞ് ഫസ്റ്റ് എലമെൻറ്റിലേക്ക് കൊടുത്തു. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ടല്ലേ? അപ്പോൾ ഓട്ടോ പ്ലേയും വർക്കാവുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ jQuery യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളൊരു ഇമേജ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടൊരു ബേസിക് ഫംഗ്ഷനാലിറ്റി നമ്മൾ ആഡ് ചെയ്തു, ഡിസൈനിങ്ങും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ jQuery യൂസ് ചെയ്യാനായിട്ടൊരു ഗുണം കണ്ടില്ല. അപ്പോൾ jQueryയിൽ തന്നെ കുറേ ഫംഗ്ഷനാലിറ്റീസ് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. അതാണ് jQuery യൂസ് ചെയ്യാനായിട്ട് മെയിൻ കാരണം തന്നെ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. jQuery വളരെ നല്ലൊരു ലൈബ്രറിയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലൈബ്രറിയാണ് ഒരു വെബ് ഡിസൈനർ, വെബ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. വലിയ വലിയ പ്രൊജക്ട്സുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് jQuery എന്ന് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ടെലഗ്രാമിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി കയറി നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം വേറെ ട്യൂട്ടോറിയലായിട്ട് കാണാം. പിന്നെ jQueryയുടെ വേറെ ഫർദറായിട്ട് കുറേ ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് വേറെ jQuery വെച്ചിട്ട് വേറെ കുറേ അനിമേഷനൊക്കെ ചെയ്യാൻ പറ്റും jQuery വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.